Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ് താഴത്തുവയൽ പെരുമ്പ പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ് ഗാന്ധി പാർക്കിന് സമീപം പയ്യന്നൂർ. ഫസ്റ്റ് ഫ്ലോർ സിറ്റി സെന്റർ ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ പയ്യന്നൂർ. Zia Gold and Diamonds, the purest bond, opposite SBI Main Road, Trikkaripur. വിവാദ പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ചു. സർക്കാർ നീക്കം കടുത്ത എതിർപ്പിനൊടുവിൽ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇതിലില്ലാതെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാൻ ഇടവന്നതിന് കാരണം എന്താ? UDF കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരു ആളെ കിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളില്ലാത്ത അധപ്പതിച്ച രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് MV ജയരാജൻ. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന കാലത്ത് വർഗീയതയ്ക്കെതിരെ നിലകൊള്ളാൻ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ സർക്കാർ ഇന്ന് ലഹരി കടത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അധികാരത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും MP രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രതിസന്ധികൾ അതിജീവിച്ച് ടൂറിസം മേഖല വീണ്ടും കരകയറുന്നു. 7 മാസങ്ങൾക്ക് ശേഷം പഴയങ്ങാടി കുപ്പംപുഴയിൽ ഹൗസ് ബോട്ടുകൾ വീണ്ടും നീറ്റിലിറങ്ങി. കെട്ടുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും സർവീസ് ആരംഭിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലത്ത് 102 പേർക്ക് നടത്തിയ കോവിഡ് ആന്റിജൻ പരിശോധനയിൽ 9 പേർക്ക് കോവിഡ്. ജനറൽ സർജറി ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയുർവേദ ഡോക്ടർമാർക്ക് കേന്ദ്ര അനുമതി ഗുണം ചെയ്യുന്നത് ശല്യതന്ത്ര, ശാലാക്യതന്ത്ര എന്നിവയിൽ PG ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർക്ക്. ഞാറ്റുപാട്ട് നീട്ടിയും കുറുക്കിയും പാടി മലയാളി ഞാറുനട്ട കാലം ഓർമ്മയാകുന്നു. മലയാളി കുടിയിറങ്ങുന്ന കാർഷിക മേഖലയിലേക്ക് കുടിയേറി ഇതര സംസ്ഥാന തൊഴിലാളികൾ. കടന്നപ്പള്ളി കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിൽ ഇത്തവണ ഞാറുനട്ടത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. സ്ഥാനാർത്ഥികളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചെന്ന് MV ജയരാജൻ. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. കാണാം ജനവിധി 2020. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന കാലത്ത് വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളില്ലാത്ത അധപ്പതിച്ച രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും MV ജയരാജൻ പഴയങ്ങാടിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലമാണ്. അക്കാലത്ത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണ് വേണ്ടത്. എന്നാൽ കോൺഗ്രസും ലീഗും ഇപ്പോൾ ചെയ്യുന്ന പണിയെന്താ? അവർ ഒരു ഭാഗത്ത് RSSനെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തുകയാണ്. രണ്ടു കൂട്ടരും മതരാഷ്ട്രവാദക്കാരാണ്. മതരാഷ്ട്രവാദത്തിനെതിരെ പൊരുതിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ
75ാം ചരമവാർഷികം കടന്നുപോയത്. നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. സാമ്പ്രദായിക മാധ്യമങ്ങൾ പൊതുവിൽ ഭരണഘടന കൽപ്പിക്കുന്ന അതിരുകൾക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില വ്യക്തിഗത ചാനലുകൾ ഭരണഘടനാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തുന്നുണ്ട്. ഇത് IT വകുപ്പിൽ ഭേദഗതി വരുത്താത്തതുകൊണ്ടാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സ് എന്നിവ സംരക്ഷിക്കാനും സർക്കാരിന് ചുമതലയുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം, വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം. ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രി അത് അസന്നിഗ്ധമായി വ്യക്തമാക്കി. സുഗതകുമാരി അടക്കമുള്ളവരെ പോലും, നാട് ബഹുമാനിക്കുന്നവരെ പോലും അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ വ്യക്തിഗത ചാനലുകൾ ചില വാർത്തകൾ നൽകിയപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇന്ന് നിലവിലുള്ള IT നിയമത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലുള്ള വ്യക്തിഹത്യ നടത്തിയാൽ, അശ്ലീല വാർത്തകൾ നൽകിയാൽ നടപടിയെടുക്കാൻ വ്യവസ്ഥകളില്ല. അന്ന് നിയമവിദഗ്ധന്മാരൊക്കെ പറഞ്ഞു IT നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വേണം. അങ്ങനെയാണ് ഒരു ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വന്നത്. ആ ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. അത് പരിഗണിക്കേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ 18 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇത് വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാൻ ഇടവന്നതിന് കാരണം എന്താ? UDF-ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളെ കിട്ടിയില്ല. സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളില്ലാത്തൊരു പാർട്ടിയാണോ ജനങ്ങളെ ഭരിക്കേണ്ടത്? അവരിപ്പോ പറയാണ് സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം ഭീഷണിപ്പെടുത്തിയെന്ന്. എവിടെയാണ് ഭീഷണിപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ കള്ളം പ്രചരിപ്പിക്കുകയാണ് അവർ. പോക്കറ്റടിച്ചവൻ രക്ഷപ്പെട്ടുകൊണ്ട് അവൻ തന്നെയാണ് പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നു എന്ന്. ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതിനുള്ള അംഗീകാരമാണ് ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇത് സാർവദേശീയമായ ഒരു അംഗീകാരം കിട്ടിയതാണ്. ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതിന് മാതൃകയായതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വോഗ് മാഗസിൻ, ലൈഫ് സ്റ്റൈൽ മാഗസിനുകളിൽ ഏറ്റവും കൂടുതൽ വരിക്കാനുള്ള ആ മാഗസിൻ ഏർപ്പെടുത്തിയ വിമൻ ഓഫ് ദ ഇയർ 2020 2020 ലോക വനിതയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെയാണ്. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിയെ അല്ല തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അധികാരത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുതാഴം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്ലാത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയില്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി വിജയൻ കോവിഡിന്റെ മറവിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊണ്ട പാർട്ടി ജനങ്ങൾക്ക് ഉപകാരമില്ലാതായി തീർന്നിരിക്കുകയാണെന്നും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഴിമതിയിലൂടെ കോടികൾ സമ്പാദിച്ചെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. 2006 ഞാൻ തോറ്റു, കോടിയേരി ജയിച്ചു. കോടിയേരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി, ടൂറിസം മന്ത്രിയായി. ഒരു പണിയുമില്ലാതെ വായി നോക്കി കിടന്ന 2 മക്കളെന്ന് പറഞ്ഞ പിള്ളേര് ഇപ്പൊ കോടീശ്വരന്മാരാണ്. അപ്പോ എവിടുന്നാണ് ഈ മൂലധനം? ഈ പിള്ളേരുടെ മൂലധനം അച്ഛനാണ്. അച്ഛനാര ആഭ്യന്തരമന്ത്രി, അച്ഛനാര ടൂറിസം മന്ത്രി. അപ്പോ കോടിയേരി ബാലകൃഷ്ണനാണ് ഈ കുട്ടികളുടെ മൂലധനം. ആ മൂലധനം വെച്ച് കോടികൾ ഉണ്ടാക്കി. ചിലക്ക് പണം വന്നു കഴിഞ്ഞാൽ നോട്ട് ഇരട്ടിപ്പിന് കൊടുക്കും. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അതിബുദ്ധിമാന്മാരായതുകൊണ്ട് അവര് നോട്ട് ഇരട്ടിപ്പിക്കാൻ കൊടുത്തില്ല. അവര് ചരസ്, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, മയക്കുമരുന്ന് വ്യാപാരം, ഇതിനേക്കാൾ വലിയ കാര്യമുണ്ട്. APSC-ക്കെതിരെയാണ് ഇടതുപക്ഷമായ ബ്രാൻഡ് അംബാസിഡർ. ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് ലഹരികടത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അധികാരത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇവിടെ കൊണ്ടുവന്നു, സ്വർണം വിറ്റു, അത് കള്ളപ്പണമെന്ന് ആർക്കറിയാത്തത്, അത് വെളുപ്പിക്കാൻ ഡോളറാക്കി.
കിട്ടിയ പണത്തിന്റെ ഒരു അംശം വിദേശത്തേക്ക് കൊണ്ടുപോയി. ബാക്കി വന്ന പണം ബാങ്കിലിട്ടില്ല, ബാങ്കിന്റെ ലോക്കർ വാങ്ങിച്ച് അതിനകത്ത് വെച്ചു. അപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം വെറും കള്ളക്കടത്താണോ? നയതന്ത്ര സുരക്ഷയുടെ മറവിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി. അത് അന്വേഷിക്കാൻ കസ്റ്റംസ് വന്നു. അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു. പി വി സുമേഷ്, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, കെ വി രാമചന്ദ്രൻ, പി പി കരുണാകരൻ, മുഹമ്മദ് റാഫി, സുധീഷ് കടന്നപ്പള്ളി, വി ടി വി പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തിരഞ്ഞെടുപ്പിന് മുമ്പേ വിജയമുറപ്പിച്ച് സ്ഥാനാർത്ഥികൾ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡിലെ LDF സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി പ്രവർത്തകർ കാങ്കോൽ ടൗണിൽ പ്രകടനം നടത്തി. ചരിത്രത്തെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നു, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ 9, 11, 12 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികളാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 9ാം വാർഡിലും 11ാം വാർഡിലും LDFനെതിരായി മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനു ശേഷം 12ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചു. ഇതേ തുടർന്നാണ് 9ാം വാർഡിലെ EC സതിയും 11ാം വാർഡിലെ K പത്മിനിയും 12ാം വാർഡിലെ PM വത്സലയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടുകൂടി 14 വാർഡുകളുള്ള കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ 3 വാർഡുകളിൽ LDF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 14 വാർഡുകളിലും LDFനു വേണ്ടി CPIM സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാങ്കോലിൽ നിന്ന് 5 LDF സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. വിജയിച്ച സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ രക്തഹാരങ്ങൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. സിറ്റിംഗ് UDF സീറ്റുകളിൽ ചെങ്കൊടി പാറിക്കാൻ ഉപ്പയും മകളും മത്സരത്തിന്. പടന്ന പഞ്ചായത്തിലെ 5ാം വാർഡിലെ ഷിഫ കുൽസു അഷ്റഫും 15ാം വാർഡിലെ KA മുഹമ്മദ് അഷ്റഫുമാണ് ശ്രദ്ധേയരായ ഈ സ്ഥാനാർത്ഥികൾ. മുഹമ്മദ് അഷ്റഫിന്റെ മകളാണ് ഷിഫ. ഇരുവരും CPM സ്ഥാനാർത്ഥികൾ. ഇരുവരും മത്സരിക്കുന്ന 2 വാർഡുകളും മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത സീറ്റാണ്. ഇവിടെ അട്ടിമറിയുണ്ടാക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ഈ ഉപ്പയും മകളും ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 5ാം വാർഡിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അഷ്റഫിന്റെ പാത പിന്തുടർന്ന് ഷിഫയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ട്. SFI ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് ഷിഫ കുൽസു. പ്രചരണ രംഗത്ത് രണ്ടുപേരും ഒന്നിച്ചിറങ്ങാറുണ്ടെന്ന് ഷിഫ കുൽസു പറയുന്നു. പ്രചരണം ഇപ്പം ഞാനും 5ാം വാർഡിലും ഇപ്പോൾ 15ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. 5ഉം 15ഉം എന്ന് പറയുന്നത് റോഡിന്റെ ഇരു സൈഡിലായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹായത്തിന് ഉപ്പാവും ഉപ്പാന്റെ സഹായത്തിന് ഞാനും കൂടി പോയിട്ടാണ് ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തുന്നത്. വിജയിച്ചു വന്നാൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് മുൻകൈയെടുക്കുമെന്ന് മുഹമ്മദ് അഷ്റഫ് പറയുന്നു. ഷിഫ കുൽസുവിനെയും എന്നെയും വിജയിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി LDFന്റെ കയ്യിലേക്ക് വരികയും അങ്ങനെ വികസന പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടും സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഈ പഞ്ചായത്തിനകത്ത് നടത്താൻ കഴിയും എന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കർഷക സംഘം പടന്ന ടൗൺ യൂണിറ്റ് സെക്രട്ടറിയാണ് മുഹമ്മദ് അഷ്റഫ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണപുരത്ത് UDF പര്യടനം ആരംഭിച്ചു. സാമൂഹ്യ സേവനത്തിന് ദേശീയ പുരസ്കാരം നേടിയ രഘുരാമൻ കീഴറയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് UDF സ്ഥാനാർത്ഥി. ക്രിസ്തുകുന്ന് ദേവാലയത്തിനു മുന്നിൽ വെച്ചാണ് രഘുരാമൻ കീഴറ പര്യടനം തുടങ്ങിയത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യമായ രഘുരാമൻ കീഴറ വാർഡിലെ മുഴുവൻ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഭാരതീയ ദളിത് കോൺഗ്രസ് അഴീക്കോട് ബ്ലോക്ക് സെക്രട്ടറി, INTUC റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, കാരക്കുന്ന് പട്ടികജാതി കോളനി വികസന സമിതി ജനറൽ കൺവീനർ, DCC കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, ജവഹർ ബാൽമഞ്ച് ജില്ലാ കോർഡിനേറ്റർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ ദേശീയ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വോട്ട് തേടുന്നത് എന്ന് രഘുരാമൻ പറഞ്ഞു. നമസ്കാരം, ഞാൻ രഘുരാമൻ കീഴറ, കണ്ണപുരം പഞ്ചായത്തിലെ 5ാം വാർഡിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് 2ാം ഘട്ട പര്യടനമാണ്. 1ാം ഘട്ട പര്യടനം കണ്ണപുരം പഞ്ചായത്തിലെ ചുണ്ടയിൽ നടന്നു കഴിഞ്ഞു.
നല്ല പ്രതികരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണപുരത്തെ 14 വാർഡുകളിലും UDF മത്സര രംഗത്തുണ്ട്. 1-ാം വാർഡിൽ കോൺഗ്രസ് കല്ലേശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ, 2-ൽ സതീശൻ വടക്കേടത്ത്, 3-ൽ M നാരായണൻ, 4-ൽ P ബൽറാം, 5-ൽ രഘുരാമൻ, 6-ൽ ലിജ ചന്ദ്രൻ, 7-ൽ പ്രജിത ദിനേശൻ, 8-ൽ സുചിത്ര പ്രമോദ്, 9-ൽ ഷൈമ സജീവൻ, 10-ൽ ബ്ലാത്തൂർ ചന്ദ്രൻ, 11-ൽ അനിത സുകുമാരൻ, 12-ൽ വീണ P, 13-ൽ PV മണികണ്ഠൻ, 14-ൽ P ഗിരിജ എന്നിവർ സ്ഥാനാർത്ഥികളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന MV സുനിൽകുമാർ വാർഡിൽ മാത്രമല്ല പഞ്ചായത്തിനു പുറത്തും സുപരിചിതനാണ്. LDF ഭരണരംഗത്തു എത്തുകയാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ. MV സുനിൽകുമാർ എന്ന ചെറുപ്പക്കാരന് പൊതുപ്രവർത്തനം ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇക്കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്ന ഇദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സുനിൽകുമാർ അപരിചിതനല്ല. ചെറുപ്പത്തിന്റെ ഓജസ്സും ഉയരും സുനിൽകുമാറിന് കിട്ടുന്ന അധിക ബോണസാണ്. താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 2-ാം വാർഡിൽ സുനിൽകുമാറിന് കിട്ടുന്ന സ്വീകാര്യത ഇതിന് തെളിവാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് മുഴുവൻ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യത്തിനകത്തും നിങ്ങളിലൊരാളായി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം നമുക്കറിയാം. എന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാത്രം അധികാരത്തിലെത്തിച്ചിട്ടുള്ള പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ LDF ഭരണത്തിലെത്തുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും സുനിൽകുമാറിനാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. LDFന്റെ തിരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് കാങ്കോലിലെ മുഹമ്മദ് ഷാൻ എന്ന കൊച്ചുമിടുക്കൻ. കഴിഞ്ഞ വർഷം ഷാൻ ആലപിച്ച സ്കൂൾ പ്രവേശനോത്സവ ഗാനവും സൂപ്പർ ഹിറ്റായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായുള്ള ടീസർ, ട്രെയിലർ, സ്റ്റാറ്റസ് വീഡിയോ എന്നിവയ്ക്കൊക്കെ മുഹമ്മദ് ഷാനിന്റെ ഗാനം അകമ്പടിയേകുന്നു. കരിവെള്ളൂർ കുണിയൻ PBK LP സ്കൂളിലെ 5-ാം തരം വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാൻ. ബൈജു കാങ്കോലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മുഹമ്മദ് ഷാൻ ആലപിച്ച പാട്ടും ഹിറ്റാവുകയും വിദ്യാഭ്യാസ മന്ത്രിയടക്കം അനുമോദിക്കുകയും ചെയ്തിരുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം നമ്മുടെ ചിഹ്നമതോർക്കണം, LDFിൻ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിൻ ചിഹ്നം, നന്മയുണരും നാടിൻ്റെ പ്രതിനിധിയായവരെത്തേണം, നേരിൻ പക്ഷം നിന്നു നയിക്കാൻ അണിചേരുക നാം ഇന്നും, മാനവ സ്നേഹം നിലനിർത്തിയിടാം ഒന്നിച്ചണിചേരാം, നൽകാം വോട്ട് LDFിന്. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൾ സമീറിന്റെയും കുണിയനിലെ നജ്മിയുടെയും മകനാണ് മുഹമ്മദ് ഷാൻ. സഹോദരൻ മുഹമ്മദ് ഷഹാൻ. LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പുതിയ ഗാനങ്ങൾ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചു ഗായകൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ച് നടന്നു. KPCC നിർവാഹക സമിതി അംഗവും മുൻ MLAയുമായ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥികളുടെ വിജയം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഈ 4.25 വർഷത്തിനിടയിൽ ഈ വികേന്ദ്രീയാസൂത്രണ പ്രക്രിയയോട് നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ച സർക്കാർ മുമ്പുണ്ടായിട്ടില്ല. ഇത് ഒരു UDFന്റെ വേദിയിൽ നിന്ന് രാഷ്ട്രീയ സമർത്ഥതയ്ക്ക് വേണ്ടി പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ പോലും കഴിഞ്ഞ 5 വർഷക്കാലം ഭരണ സാരഥ്യത്തിലിരുന്നവർക്ക് പോലും സമ്മതിക്കേണ്ടതായ വസ്തുതയാണ്. സ്പില്ലോവർ ഫണ്ട് തരാതെ പ്രളയത്തിന്റെ പേര് പറഞ്ഞു, GSTയുടെ വിഹിതം കേന്ദ്രം തന്നില്ലെന്ന് പേര് പറഞ്ഞു, പൂർണ്ണമായും പറയാതെ നിഷേധിക്കുന്ന കാര്യമാണ്. എല്ലാം തരുന്നു എന്ന് പറയുന്ന കണക്കിലെ കളി വെച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളെ പറ്റിച്ച ഒരു സർക്കാരാണ് കടന്നുപോയത്. AGC ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. S കുഞ്ഞാമത് അധ്യക്ഷത വഹിച്ചു. VKP ഹമീദ് അലി, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, EV ദാമോദരൻ, P കുഞ്ഞിക്കണ്ണൻ, VK ബാവ തുടങ്ങിയ UDF നേതാക്കൾ സംബന്ധിച്ചു. ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിലെ 39-ാം വാർഡ് അന്നൂർ ശാന്തിഗ്രാം UDF സ്ഥാനാർത്ഥി A രൂപേഷിന്റെ 2ാം ഘട്ട പ്രചരണ പരിപാടിക്ക് തുടക്കമായി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് രൂപേഷ്.
പയ്യന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, സെക്രട്ടറി, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, പയ്യന്നൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ എ. രൂപേഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, കോളേജ് ജീവനക്കാരുടെ അനധ്യാപക സംഘടനയായ KPCMSAയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായും KPCC വിചാർ വിഭാഗ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. രക്തദാനത്തിനായി രൂപീകരിച്ച ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ പ്രസിഡന്റ് കൂടിയാണ് രൂപേഷ്. രൂപേഷിന്റെ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. കോവിഡ് കാലത്തും പ്രളയകാലത്തും മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഈ വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എ. രൂപേഷ് പറയുന്നു. പയ്യന്നൂർ നഗരസഭയിലെ അന്നൂർ ശാന്തിഗ്രാം എന്നറിയപ്പെടുന്ന 39-ാം വാർഡിലാണ് ഞാൻ ജനവിധി തേടുന്നത്. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഞാൻ, ഒരു പൊതുപ്രവർത്തകനെ ജനങ്ങൾ എങ്ങനെയാണോ വീക്ഷിക്കുന്നത്, അവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, അതിനനുസൃതമായി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാസങ്ങൾക്ക് ശേഷം പഴയങ്ങാടി കുപ്പംപുഴയിൽ ഹൗസ് ബോട്ടുകൾ വീണ്ടും നീറ്റിലിറങ്ങി. COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 7 ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. പ്രതിസന്ധികൾ അതിജീവിച്ച് ടൂറിസം മേഖല വീണ്ടും കരകയറുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു തുടങ്ങിയതോടെ 7 ടൂറിസം പദ്ധതി പ്രവർത്തനം പുനരാരംഭിച്ചു. കെട്ടുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും സർവീസ് ആരംഭിച്ചു. ടൂറിസം രംഗത്ത് 5 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് 7 ബാങ്ക് ടൂറിസം പദ്ധതിയായ 7 ടൂറിസം കമ്പനി രംഗത്തെത്തിയത്. ആരംഭിച്ച് 6 മാസം കൊണ്ടുതന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. സ്വന്തമായി ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും കണ്ണോം കേന്ദ്രമായി മനോഹരമായ കോൺഫറൻസ് ഹാളും ഒരുക്കി. പഴയങ്ങാടി കുപ്പംപുഴയുടെ മനോഹാരിത ആസ്വദിക്കാൻ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും സഞ്ചാരികളെത്തി. ഈ സമയത്താണ് COVID-19 പ്രതിസന്ധി സൃഷ്ടിച്ചത്. 7 മാസത്തെ പ്രതിസന്ധിക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും സർവീസ് ആരംഭിച്ചു എന്ന് 7 ടൂറിസം MD രവീന്ദ്രൻ പറഞ്ഞു. നടത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൂറിസം മേഖല കുറെ കൂടി ഉണർവോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് അത് ഏറെ സഹായകരമായിരിക്കും. 7 ടൂറിസം കമ്പനിയുടെ ബോട്ടുകൾ ചലനാത്മകമായി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. പ്രതിസന്ധികൾ അതിജീവിച്ച് ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലത്ത് നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 102 പേർക്ക് നടത്തിയ കോവിഡ് ആന്റിജൻ പരിശോധനയിലാണ് 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. എരമംകുറ്റൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മാതമംഗലത്ത് കോവിഡ് ആന്റിജൻ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളടക്കം 102 പേരെയാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പരിശോധനയിൽ 9 പേർ കോവിഡ് പോസിറ്റീവായി. 9 പേരും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടവരും എരമംകുറ്റൂർ പഞ്ചായത്ത് പരിധിയിലുള്ളവരുമാണ്. മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും പര്യടന വേളയിൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ വിഷയങ്ങളടങ്ങിയ ലഘുലേഖയും ആരോഗ്യവകുപ്പ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ജനറൽ സർജറി ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയുർവേദ ഡോക്ടർമാർക്ക് കേന്ദ്ര അനുമതി. ജനറൽ സർജറി, ENT, ദന്തചികിത്സ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പ്രായോഗിക പരിശീലനം നേടി ശസ്ത്രക്രിയകളും അനുബന്ധ ചികിത്സകളും നടത്താം. ഇതിനായി ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിലർ റെഗുലേഷൻസ് ഭേദഗതി ചെയ്തു. ശല്യതന്ത്ര, ശാലാക്യതന്ത്ര എന്നിവയിൽ PG ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർ ശസ്ത്രക്രിയ ഉൾപ്പെടെ തിയറി പഠിക്കുന്നുണ്ടെങ്കിലും പരിശീലനം ഉണ്ടാകാറില്ല. ഇതിൽ മാറ്റം വരുത്താനാണ് ഭേദഗതി. പ്രായോഗിക പരിശീലനം കൂടി നേടിയ ശേഷം ഇവർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകുന്നതാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ നടപ്പാക്കിയ നിയമ ഭേദഗതിയെന്ന് പരിയാരത്തെ കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ശല്യതന്ത്ര വിഭാഗം ഡോക്ടർ K. ഗംഗാധരൻ പറയുന്നു. അതിൻ്റെ യോഗ്യതയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാനും കുട്ടികൾക്ക് അതിൻ്റെ പ്രാഥമിക അറിവ് കിട്ടാനും പ്രത്യേകിച്ച് ശസ്ത്രക്രിയ രോഗങ്ങൾ അത് തിരിച്ചറിയാനും
പറ്റുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശസ്ത്രക്രിയ എന്നുള്ളത് കേവലം ഒരു പഠിച്ച ഇറങ്ങിയ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് ഒറ്റയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ രോഗി ശസ്ത്രക്രിയ അർഹനായിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ശസ്ത്രക്രിയ അനിവാര്യമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാഥമിക ഒരു ക്ലിനിക്കൽ സ്ഥലത്തൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതവരെ അതിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അവരെ നമ്മൾ എത്തിക്കുക എന്നുള്ളത്, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം. ശല്യതന്ത്രയിൽ പൈൽസ്, മൂത്രക്കല്ല്, ഹെർണിയ, വെരിക്കോസ് വെയിൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 34 ശസ്ത്രക്രിയകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ശാലാക്യതന്ത്രയിൽ തിമിര ശസ്ത്രക്രിയ, പല്ലിലെ റൂട്ട് കനാൽ തെറാപ്പി തുടങ്ങി 15 ചികിത്സകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിന് നിയമപരമായ അംഗീകാരം നൽകുന്നതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. ചികിത്സാ രീതികളെ കൂട്ടിക്കുഴക്കുന്ന രീതി അനുവദിക്കാനാകില്ലെന്നും ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും IMA വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കരിവെള്ളൂർ പുത്തൂരിൽ അനധികൃത മണ്ണെടുപ്പ് തകൃതിയായി നടക്കുന്നു. ആരും ചോദിക്കാനും പറയാനുമില്ലാത്തത് ഇക്കൂട്ടർക്ക് തുണയാവുകയാണ്. ആരും ചോദ്യം ചെയ്യാനില്ല എന്ന കാരണം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും മണ്ണെടുപ്പ് യാതൊരു മടിയും കൂടാതെ തുടരുകയാണ്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ നടക്കുന്ന മണ്ണെടുപ്പ് ഒരാഴ്ചക്ക് മുൻപ് നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഇതര മാധ്യമങ്ങളിൽ വാർത്ത സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ആരും ചോദ്യം ചെയ്യാനില്ല എന്ന കാരണം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും മണ്ണെടുപ്പ് അഭംഗുരം തുടരുകയാണ്. പുത്തൂർ പുന്നക്കോടൻ കലാസമിതിയുടെ സമീപത്തെ കുന്ന് ഏതാണ്ട് പകുതിയായി കുറഞ്ഞു കഴിഞ്ഞു. ഒരു ദാക്ഷിണ്യവുമില്ലാതെയുള്ള ഈ മണ്ണെടുപ്പ് പ്രദേശത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും പ്രശ്നമല്ല എന്നുള്ളതാണ് പ്രകൃതി സ്നേഹികളെ ചിന്തിപ്പിക്കുന്നത്. നാളെ ഇവിടെ മണ്ണില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. എന്റെ കാലം കഴിഞ്ഞാൽ പ്രളയമായാലും കുഴപ്പമില്ലെന്നും ഇക്കൂട്ടർ കരുതുന്നു. ഇവിടെ ഒരു പ്രകൃതി ദുരന്തമുണ്ടാവില്ലെന്നാണ് കരുതുന്നതെങ്കിൽ കേരളത്തിലെ സമീപകാല ചരിത്രം വിശദമായി ഒന്ന് പഠിച്ചാൽ മതിയാകും. നഷ്ടപ്പെടുവാൻ ഇന്ന് പലതുമുണ്ടെന്ന് ഈ പാതകത്തിന് കുടപിടിച്ചു കൊടുക്കുന്നവർ ഓർത്താൽ നന്നായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കാൽപന്തിൽ ഇന്ദ്രജാലം തീർക്കുന്ന കൊച്ചുമിടുക്കി കണ്ണൂർ ചെറുകുന്നിലെ പഴങ്ങോട് സ്വദേശി അഖില യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ലോക റെക്കോർഡിൽ ഇടം നേടി. 1 മിനിറ്റിൽ നിലത്തു വീഴ്ത്താതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ പന്ത് ജഗ്ലിംഗ് നടത്തിയാണ് അഖില റെക്കോർഡ് കരസ്ഥമാക്കിയത്. 171 കാൽപന്തിന്റെ ഈറ്റില്ലമായ ബ്രസീലിലെ ജോഷുവ ഡുറേറ്റ് സ്ഥാപിച്ച റെക്കോർഡാണ് ഈ മിടുക്കി തകർത്തത്. ചെറിയ പ്രായത്തിൽ തന്നെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ഫുട്ബോളിൽ ലോകനിലവാരത്തിൽ പരിശീലനം നൽകാൻ കായിക വകുപ്പ് നടപ്പാക്കിയ കിക്ക് ഓഫ് പരിശീലന പദ്ധതി വലിയ വിജയമായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് അഖിലയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം. ഞാൻ ഫുട്ബോൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ തൈക്കോണ്ടോ പഠിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഞാൻ പയ്യന്നൂരിലാണ് കോച്ചിങ്ങിന് പോകുന്നത്. അവിടെ എനിക്ക് കോച്ചിങ് ചെയ്യുന്നത് ഗണേശ മാഷാണ്. അങ്ങനെയാണ് ഞാൻ ജഗ്ലിംഗ് ചെയ്ത് 171 എനിക്ക് റെക്കോർഡ് കിട്ടിയത്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിക്ക് ഓഫ് പരിശീലന കേന്ദ്രത്തിലാണ് പരിശീലനം നടത്തുന്നത്. ചുരുങ്ങിയ കാലത്തെ പരിശീലനം താരത്തെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തി. GV രാജ സ്പോർട്സ് സ്കൂൾ 7ാം തരം വിദ്യാർത്ഥിനിയാണ്. വിവിധ ജില്ലകളിലായി 19 കേന്ദ്രങ്ങളിലാണ് കിക്ക് ഓഫ് പദ്ധതി ആരംഭിച്ചത്. 6 വർഷമായി സാമൂഹ്യ വിനോദ കേന്ദ്രം കുന്നനങ്ങാടിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന തൈക്കൊണ്ടോ പരിശീലനവും നടത്തിവരുന്നുണ്ട്. ഏറെ സന്തോഷത്തിലാണ് അഖിലയും കുടുംബവും. ലോക റെക്കോർഡ് നേടിയ അഖിലയെ കുന്നനങ്ങാട് സാമൂഹ്യ വിനോദ കേന്ദ്രം ആദരിച്ചു. ജിതേഷ് KV പൊന്നാടയണിയിച്ചു. രൂപേഷ് MV, അശ്വിൻ CP, സുമേഷ് MV എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ചെറുകുന്ന് പഴങ്ങോട് C ബൈജുവിന്റെയും ലിമാമേരിയുടെയും 2ാമത്തെ മകളാണ് അഖില. സഹോദരി അനിഷ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഞാറ്റുപാട്ട് നീട്ടിയും കുറുക്കിയും പാടി മലയാളി ഞാറുനട്ട കാലം. പഴയ തലമുറയുടെ ഓർമ്മകളിൽ എന്നും കാർഷിക സമൃദ്ധിയുടെ പച്ചപ്പ് തീർത്ത സ്മരണ പോലും ഇന്ന് ഇല്ലാതായി. മലയാളി കുടിയിറങ്ങുന്ന ഈ മേഖലയിലേക്ക് കുടിയേറുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളിക്കൂട്ടം. চোখের ঘুম একলা স্বর্ণ ঘরে তোমায় মনে পড়ে মাগো তোমায় মনে পড়ে
കടന്നപ്പള്ളി കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിൽ ഞാറിടുമ്പോൾ ഈണമിടുന്നത് ബംഗാളി പാട്ടുകളാണ്. പാടത്ത് ചേറിലിറങ്ങാൻ മടിച്ച് പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മലയാളികൾ ചേക്കേറുമ്പോൾ കൃഷിപ്പണിക്ക് ആളെ കിട്ടാതായതോടെ മലയാളി കുടിയിറങ്ങുന്ന ഈ മേഖലയിലേക്ക് കുടിയേറുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളിക്കൂട്ടം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറുനടാനും മറ്റു കൃഷിപ്പണിക്കുമായി രംഗത്തിറങ്ങിയത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള 15ഓളം തൊഴിലാളികളാണ് കുറ്റിയാട്ടും താഴെ വയലിൽ ഇക്കുറി ഞാറുനട്ടത്. നാട്ടിലെ തൊഴിലാളികളെ കിട്ടാതായതാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാൻ കാരണമായതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി പി ഗോവിന്ദൻ പറയുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിലുള്ള കുറ്റിയാട്ടും താഴെ പാടശേഖരമാണിത്. കഴിഞ്ഞ 4 വർഷമായി ഇവിടെ തരിശുരഹിത പാടശേഖരമാണ്. കൃഷിക്ക് തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ട് ബംഗാളികളും തമിഴ്മാരെയും കൊണ്ടാണ് നാട്ടിപ്പണി ചെയ്യുന്നത്. പിന്നെ ജലസേചന സൗകര്യം കുറവാണ്. വേണ്ടുന്ന ക്രോസ് ബാറുകൾക്കെല്ലാം വേണ്ട അറ്റകുറ്റപ്പണികളൊന്നും കാലാകാലങ്ങളായി ചെയ്തു വരുന്നില്ല. അപ്പോൾ കൃഷിയോടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നത്. എന്നാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃഷിക്കാരുടെ അഭിപ്രായം. കാരണം വെള്ളം കൊണ്ടുവരാനുള്ള കനാലുകൾ കാലാകാലം അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ല. പശ്ചിമ ബംഗാളിൽ കൃഷി സീസൺ അല്ലാത്തതിനാൽ പലയിടത്തും തൊഴിലാളികൾ സംഘമായി എത്തിയിട്ടുണ്ട്. കൃഷിയിൽ പ്രാവീണ്യമുള്ളതിനാൽ ഏറെ വേഗത്തിലാണ് ഞാറു നടന്നതെന്ന് കർഷകർക്ക് തൊഴിലാളികളെ എത്തിക്കുന്ന ഏജന്റ് അഷ്റഫ് ഗുരുവായൂർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കൃഷിക്ക് ആവശ്യമായ തൊഴിലാളികളെ ഇവിടെ ലഭിക്കാത്ത കാരണം ഞാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി 5 വർഷമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. 15 വർഷമായി ഈ കൃഷി മേഖലയിൽ ബംഗാളികളായിട്ട് ഞാൻ കൃഷി നടത്തിക്കൊണ്ട് വരാറുണ്ട്. ഈ എൻ്റെ കയ്യിലുള്ള ബംഗാളികൾ മുർഷിദാബാദ് എന്നുള്ള വെസ്റ്റ് ബംഗാൾ ജില്ലയിൽ 15 വർഷമായി നമ്മളോടൊപ്പം ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ട്. അവർ ജനനം മുതലേ ഈ കൃഷിയിലൂടെയാണ് അവർ വളർന്നത്. അപ്പോൾ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് നമ്മളെ കയ്യിലുള്ളത്. തൊഴിലാളികളെ 14 ദിവസത്തെ ക്വാറന്റീനും കോവിഡ് പരിശോധനയ്ക്കും ശേഷമാണ് ഇവരെ പാടത്തിറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെ കാസർഗോഡ് ജില്ലാ ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ ചീമേനിയിൽ ധർണ നടത്തി. KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചീമേനി ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിലായാണ് ചുമട്ടുതൊഴിലാളികൾ ധർണ നടത്തിയത്. പ്രസ്തുത സ്ഥാപനത്തിൽ അതിഥി തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിച്ച് പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ചീമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം നടത്തിയത്. ജില്ലയിൽ ചുമട്ടുമേഖലയിൽ വ്യാപകമായി അറ്റാച്ച്ഡ് കാർഡ് നൽകുന്ന സാഹചര്യം കൂടി വരികയാണെന്നും അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ജോലിയെടുക്കുന്നവർക്ക് തൊഴിൽ നഷ്ടവും അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്നതും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. അവർക്ക് നിയമവ്യവസ്ഥയുണ്ട്. പക്ഷേ ഈ ടൗണിൻ്റെ അകത്ത് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അതിലൊന്നും തന്നെ ഈ തൊഴിലാളികൾ ആരും അനാവശ്യമായി ഇടപെടുകയോ അനാവശ്യമായി എന്തെങ്കിലും അവകാശപ്പെടുകയോ ഇന്നത്തെ തീയതി വരെ ഉണ്ടായിട്ടില്ല. KM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. TV കുഞ്ഞിരാമൻ, P രാമകൃഷ്ണൻ, TP ധനേഷ്, K പ്രഭാകരൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരിവെള്ളൂർ കോട്ടൂർ വയൽ പാടശേഖരത്തിലെ 10 ഏക്കറിൽ ഇനി പൊന്നുവിളയും. കർഷകനും CPIM നേതാവുമായ കെ രാഘവൻ രണ്ടാം വിള നെൽകൃഷിയുടെ നടിയോദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മരുതനിലം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോട്ടൂർവയൽ പാടശേഖരത്തിൽ 30ഓളം കർഷകരുടെ 10 ഏക്കർ നെൽവയലിൽ രണ്ടാം വിള നെൽകൃഷിയുടെ നടിയിൽ പയ്യന്നൂരിലെ പാരമ്പര്യ കർഷകനും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ ഈ നമ്മുടെ കാർഷിക മേഖല അധ്വാന ഭാരം ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ യന്ത്രവൽകൃത നാട്ടിയും അതുപോലെ യന്ത്രവൽകൃതമായിട്ടുള്ള കൃഷി നൂരലുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മരുതനിലത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി AV ലേജു, VV നാരായണൻ, ട്രസ്റ്റി ചെയർമാൻ കൂത്തൂർ നാരായണൻ എന്നിവർ സംബന്ധിച്ചു. കാങ്കോൽ കാർഷിക വികസന കേന്ദ്രത്തിനാണ് സാങ്കേതിക ചുമതല. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജീവകാരുണ്യത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിൽ നിന്ന് അന്തരിച്ച ഡൽഹി ബേക്കറി ഉടമ ജയന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേശ്ശേരി സഹായധനം കൈമാറി. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ജില്ലാ ക്ഷേമ പദ്ധതി, ആ ജില്ലാ ക്ഷേമ പദ്ധതിയിൽ നിന്നും ഒരംഗത്തിന് ഗുരുതരമായ അസുഖം വന്നാൽ 20,000 രൂപയും, വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം വന്നാൽ 20,000 രൂപ മുതൽ അങ്ങോട്ടേക്കും, അപകട മരണത്തിന് 1,00,000 രൂപയും, അപകടം മൂലം ഒരവയവം നഷ്ടപ്പെട്ടാൽ 50,000 രൂപയും, 2 അവയവം നഷ്ടപ്പെട്ടാൽ 1,00,000 രൂപയും, സ്വാഭാവിക മരണത്തിന് 30,000 രൂപ കൊടുക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ 2005 മുതൽ ഇന്ന് വരെ വിജയകരമായി നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിറ്റ് അംഗങ്ങൾക്ക് രോഗമോ അപകടങ്ങളോ സംഭവിച്ചാൽ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകുന്നതാണെന്ന് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ MP തിലകൻ, മേഖലാ ജനറൽ സെക്രട്ടറി VU ഷരീഫ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി K രമേശൻ, ഖാദർ മൗലവി, M ജനാർദ്ദനൻ, VK കുഞ്ഞപ്പൻ, KK സൈദാലി, KMP ഉണ്ണികൃഷ്ണൻ, KV രവീന്ദ്രൻ, AK ശുക്കൂർ, ഹാജി K രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഏഴം ചൂട്ടപ്പറമ്പ് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, വായനശാല ആൻഡ് ഗ്രന്ഥാലയം മരച്ചീനി കൃഷി വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് ഉത്സവം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം R അജിത നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല ഗ്രന്ഥാലയം മരച്ചീനി കൃഷി നടത്തിയത്. മികച്ച രീതിയിലുള്ള വിളവ് ലഭിച്ചു. വായനശാല പ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്നാണ് കൃഷി പരിപാലനം നടത്തിയത്. ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് കപ്പ, ചേമ്പ്, ചേന, ഇഞ്ചി എന്നിവ കൃഷി ചെയ്തത്. ഏഴോം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം R അജിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി സുരേശൻ, പ്രസിഡന്റ് സന്തോഷ് T, രജീഷ് KP എന്നിവർ സംസാരിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തെ സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും അതുവഴി കാർഷിക മേഖലയുടെ ഉത്തേജനത്തിനും ആണ് കേരള സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത്. ഇതോടനുബന്ധിച്ച് ലൈബ്രറി കൗൺസിൽ ചെറുതോ വലുതോ ആയ കൃഷിയിടം ഒരുക്കുന്നതിന് കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥാലയങ്ങളോടും ആവശ്യപ്പെടുകയുണ്ടായി. അതിന് തുടർച്ചയായാണ് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, വായനശാല ഗ്രന്ഥാലയം, ചൂട്ടപ്പറമ്പ് ഏഴോം ഈ പദ്ധതി ഏറ്റെടുക്കുകയും 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് മരച്ചീനി, ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന തുടങ്ങിയവ കൃഷി ചെയ്യുകയും ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അബുദാബി കണ്ണൂർ ജില്ലാ റിട്ടേൺസ് ഫോറം മാടായി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം VPP മുഹമ്മദ് അലിയെ ആദരിച്ചു. NK ബീരാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി മാടായി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന VPP മുഹമ്മദ് അലിയെ SLP മൊയ്തീൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. MK ബീരാൻ അധ്യക്ഷത വഹിച്ചു. NK അബ്ദുള്ള മൊമെന്റോ നൽകി. SLP മമ്മു, AP ഉമ്മർ, SAP സലാം ഹാജി, നജീബ് മുട്ടം, SK ആബിദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കോൺഗ്രസ് നേതാവും കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ചന്ദ്രശേഖരൻ വൈദ്യരുടെ 13ാം ചരമവാർഷികം ആചരിച്ചു. അന്നൂരിലെ വീട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ലളിത ടീച്ചർ, KK ഫൽഗുനൻ, K ജയരാജ്, VC നാരായണൻ, KV ഭാസ്കരൻ, KM നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. പുഷ്പാർച്ചനയ്ക്ക് M പ്രദീപ് കുമാർ, A രൂപേഷ്, KM വിജയൻ, ആകാശ് ഭാസ്കരൻ, KU ജഗദീശൻ, M പ്രേമസുധ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടാനും അർഹരായവർക്ക് ചികിത്സാ സഹായം എത്തിക്കാനും വെള്ളോറ കേന്ദ്രമാക്കി സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. സഹായ മനസ്കരായ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിപുലമാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വെള്ളോറ സൗഹൃദ ചാരിറ്റി കൂട്ടായ്മ എന്ന പേരിൽ ഒത്തുചേർന്നിട്ടുള്ള ഇവർ ആദ്യപടിയായി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന വെള്ളോറയിലെ M സുരേഷിന് ചികിത്സാ സഹായം കൈമാറി. അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സ്വരൂപിച്ച തുകയാണ് സുരേഷിന്റെ ചികിത്സക്കായി നൽകിയത്. ഇത് നമ്മൾ വെള്ളോറയിലും പരിസര പ്രദേശങ്ങളിലുമായ നിർധനരായ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി പല കാലങ്ങളിലായിട്ട് നമ്മൾ ഒരു ചിന്തിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പലർക്കും ഈ ഒരു അവസരത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ ചെയ്യണത്രേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഞങ്ങളൊരു 6 പേരാണ് ഇതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. സൗഹൃദ ചാരിറ്റി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ശശി വെള്ളോറ, പ്രശാന്ത് കോടൂർ, PP മനോഹരൻ, ജിജോ വർഗീസ്, അഖിൽ, സാജു ആന്റണി, ഹരിത രമേശൻ എന്നിവർ സുരേഷിന്റെ വെള്ളോറയിലെ വീട്ടിലെത്തി തുക കൈമാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പ്രശസ്ത വാദ്യകലാകാരൻ ശ്രീ എരമം സുരേഷ് ബാബു മാരാരുടെ മകനും മരുമകനും ചേർന്ന് തായമ്പകയിൽ അരങ്ങേറ്റം നടത്തി. ഇരിങ്ങൽ ശ്രീ വയത്തൂർ കാളിയാർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അരങ്ങേറിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന അരങ്ങേറ്റ ചടങ്ങിന് തായമ്പക വിദഗ്ധൻ എരമം ഗോപാലകൃഷ്ണ മാരാർ നേതൃത്വം വഹിച്ചു. വാദ്യകലാകാരന്മാരായ എരമം സുരേഷ് ബാബു മാരാർ, എരമം രാമകൃഷ്ണ മാരാർ, കോറം രാജേഷ് മാരാർ, എരമം ശങ്കരൻകുട്ടി മാരാർ, കാങ്കോൽ ജയരാമ മാരാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നേത്ര പരിശോധനാ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ പുതിയ വാഹനത്തിന്റെ താക്കോൽദാനം നടന്നു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സനൽ OVയിൽ നിന്ന് ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ K താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇതിലില്ലാതെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാൻ ഇടവന്നതിന് കാരണം എന്താ? UDFന് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇപ്പോൾ ഒരു ആളെ കിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളില്ലാത്ത അധപ്പതിച്ച രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് MV ജയരാജൻ. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന കാലത്ത് വർഗീയതയ്ക്കെതിരെ നിലകൊള്ളാൻ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ സർക്കാർ ഇന്ന് ലഹരി കടത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അധികാരത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും MP രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രതിസന്ധികൾ അതിജീവിച്ച് ടൂറിസം മേഖല വീണ്ടും കരകയറുന്നു. 7 മാസങ്ങൾക്ക് ശേഷം പഴയങ്ങാടി കുപ്പംപുഴയിൽ ഹൗസ് ബോട്ടുകൾ വീണ്ടും നീറ്റിലിറങ്ങി. കെട്ടുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും സർവീസ് ആരംഭിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലത്ത് 102 പേർക്ക് നടത്തിയ കോവിഡ് ആന്റിജൻ പരിശോധനയിൽ 9 പേർക്ക് കോവിഡ്,
ജനറൽ സർജറി ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയുർവേദ ഡോക്ടർമാർക്ക് കേന്ദ്ര അനുമതി. അനുമതി ഗുണം ചെയ്യുന്നത് ശല്യതന്ത്ര, ശാലാക്യതന്ത്ര എന്നിവയിൽ PG ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർക്ക്. ഞാറ്റുപാട്ട് നീട്ടിയും കുറുക്കിയും പാടി മലയാളി ഞാറുനട്ട കാലം ഓർമ്മയാകുന്നു. മലയാളി കുടിയിറങ്ങുന്ന കാർഷിക മേഖലയിലേക്ക് കുടിയേറി ഇതര സംസ്ഥാന തൊഴിലാളികൾ. കടന്നപ്പള്ളി കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിൽ ഇത്തവണ ഞാറുനട്ടത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. വാർത്താനേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.